വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമുക്ക് ഒരു PHP പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് PHP എങ്ങനെ റൺ ചെയ്യും എന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റെ VS കോഡിൽ പുതിയൊരു ഫോൾഡർ ആഡ് ചെയ്യാണ്. ആഡ് ഫോൾഡർ ടു വർക്ക് സ്പേസ്. അതിൽ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിൽ ഞാൻ PHP എന്ന് പറയുന്ന പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. PHP സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ PHP ഫോൾഡർ എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡറിൻ്റെ അണ്ടറിൽ എനിക്കൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ബാക്കിയുള്ള പ്രോജക്ട്സ് ഒക്കെ തൽക്കാലം എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിന്ന് എനിക്ക് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഈ PHP ഫോൾഡർ മാത്രം എനിക്ക് എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്താൽ മതി. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനലിൽ നിന്നോ അല്ലെങ്കിൽ ഗിറ്റ് ബാഷിൽ നിന്നോ ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. പാത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് കമാൻഡ് ഷിഫ്റ്റ് P ഉപയോഗിച്ചിട്ട് പാത്ത് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ കോഡ് കമാൻഡ് ഇൻ പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ സക്സസ്ഫുള്ളി ആ കോഡ് പാത്തിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗിറ്റ് ബാഷോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യാണ്. CD ഡെസ്ക്ടോപ്പ് പ്രോജക്ട്സ്, അവിടെ PHP, അതാണ് എൻ്റെ ഫോൾഡർ. ഈ ഫോൾഡർ മാത്രം എനിക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കോഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അതായത് ആ കോഡ് കമാൻഡ് വന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ അതിൻ്റെ പാത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കമാൻഡ് പാലറ്റിൽ പോയിട്ട് പാത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൾഡർ, അതായത് PHP എന്ന് പറഞ്ഞ ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആവും. അപ്പോൾ പുതിയ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫയൽസ് ഒന്നുമില്ല, എനിക്കവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എൻ്റെ PHP ഫോൾഡറിൽ വന്നിട്ട് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. index.php. നിങ്ങൾ ഇങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് HTML പ്രോജക്റ്റ് ആണെങ്കിൽ index.html ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ PHP പ്രോജക്റ്റ് ആണെങ്കിൽ index.php എന്ന് പറയുന്ന ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ PHP പ്രോജക്റ്റിൻ്റെ എക്സ്റ്റൻഷൻ .php ആണ്. അതേപോലെ ഒരു PHP ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് $! PHP. ഇങ്ങനെയാണ് ഒരു PHP ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു PHP ഫയലാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു PHPൻ്റെ ടാഗ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു HTML കണ്ടന്റ് ഉള്ള ഫയലാണെങ്കിൽ ആ ഫയലിൽ എവിടെയാണോ നിങ്ങൾ PHP കോഡ് ഉപയോഗിക്കുന്നത് അവിടെ നിങ്ങൾ ഈ ഒരു ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഈ ടാഗ് ക്ലോസ് ചെയ്തിരിക്കണം. PHP ടാഗ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു PHP ഫയലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. PHPൻ്റെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്യാണ്. എക്കോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് സ്പേസ് ഇട്ടിട്ട് സ്ട്രിങ്ങിൽ കോട്ടിൽ ഡബിൾ കോട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ട് യൂസ് ചെയ്യാം. അതിൽ ഞാൻ സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം സെമിക്കോളൻ നിർബന്ധമാണ്. ജാവാസ്ക്രിപ്റ്റിൽ മാൻഡേറ്ററി അല്ലായിരുന്നു, പക്ഷെ PHPയിൽ സെമിക്കോളൻ നിർബന്ധമാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ PHP ഫയലാണ്. എക്കോ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് നമുക്ക് എക്കോ ചെയ്യാൻ, അതായത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എക്കോ. ഇവിടെ നമുക്കൊരു സ്ട്രിങ്ങോ നമ്പറോ അല്ലെങ്കിൽ വേരിയബിളോ ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഫയൽ എങ്ങനെ റൺ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ വിൻഡോസിൽ XAMPP ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ PHP എന്ന് പറഞ്ഞ ഫോൾഡർ ഏതാണോ നിങ്ങളെ പ്രോജക്റ്റിൻ്റെ ഫോൾഡർ അത് നിങ്ങളുടെ htdocsൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് / ആ ഫോൾഡറിൻ്റെ പേരെന്താണോ, അപ്പോൾ PHP എന്നാണ് ഞാൻ ഫോൾഡറിൻ്റെ പേര് കൊടുത്തത്, PHP അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് റൺ ആവും. ഇവിടെ ഞാൻ മാക്കിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ XAMPP ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. PHP അപ്പാച്ചി ഒക്കെ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ PHPൻ്റെ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ടെർമിനലിൽ ഞാൻ PHP -S സ്പേസ് ലോക്കൽ ഹോസ്റ്റ് പിന്നെ ഒരു പോർട്ട് നമ്പർ കൂടെ പാസ് ചെയ്ത് കൊടുക്കും. 9001 പോർട്ട് നമ്പർ കൂടെ പാസ് ചെയ്ത് കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള ഫയൽസ് സെർവ് ചെയ്യും, ആ ഒരു പോർട്ടിൽ സെർവ് ചെയ്യും. അപ്പോൾ എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു URL ഫോളോ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ബ്രൗസറിൽ ആ ഒരു അഡ്രസ്സിലേക്ക് നാവിഗേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഹലോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് അവിടെ കാണാൻ പറ്റും. അത് നമ്മളെ കോഡിൽ നമ്മൾ എക്കോ കൊടുത്തതുകൊണ്ടാണ്. ഇനി ഇവിടെ നമ്മൾ എക്കോ മാറ്റിയിട്ട് PHP info എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത സമയത്ത് PHP info എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള PHPൻ്റെ എല്ലാ ഇൻഫർമേഷൻസും
പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഒരു HTML പേജായിട്ട് പ്രോപ്പറായിട്ട് ഒരു ടേബിളൊക്കെ ആയിട്ട് എൻ്റർ ചെയ്യും. നമുക്ക് ഏതാണ് PHP വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തത്, ഏതൊക്കെ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കോൺഫിഗറേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് നിങ്ങളുടെ PHPൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്. അതായത് PHPക്ക് ഒരു php.ini എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോഡഡ് കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത് ഈ ഒരു പാത്തൻ opt homebrew etc php 8.2 php.ini ഈ ഒരു ഫയലാണ് എനിക്ക് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് PHP ini എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ PHP info എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ആവും. അതിനുശേഷം ഈ ഫയൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയൽ അപ്ലോഡിൻ്റെ സൈസോ അങ്ങനെ എന്തെങ്കിലും കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ PHP ഫയലിൽ എനിക്ക് HTML കണ്ടന്റ് പ്ലേസ് ചെയ്യാം. അതായത് ഇതൊരു HTML കണ്ടന്റ് ആണ്. ഞാൻ HTML-നുള്ളിൽ ഒരു പാരഗ്രാഫ് ഇട്ടു, ലോറം ഇപ്സം ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രൗസർ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു HTML ടെക്സ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ PHP കോഡിൽ PHP ഫയലിൽ നിങ്ങൾക്ക് HTML കണ്ടന്റ് റെൻഡർ ചെയ്യാം. പക്ഷേ ഇതിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൈനാമിക് ആയിട്ട് PHP ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് PHP വേണ്ടത്, ഉദാഹരണത്തിന് എനിക്ക് വേറൊരു പാരഗ്രാഫ് ആണ്, ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ PHP എന്തെങ്കിലും ഡൈനാമിക് ആയിട്ട് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ PHP ടാഗ് ഓപ്പൺ ചെയ്യും. ലെസ് ദാൻ ?PHP അത് ഒരുമിച്ച് തന്നെ വേണം. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് എക്കോ ഫ്രം PHP എന്നിട്ട് സെമികോളൻ ഇടുക. അതിനുശേഷം PHP ടാഗ് ക്ലോസ് ചെയ്യുക. നേരത്തെ PHP ടാഗ് ക്ലോസ് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് എറർ കാണാൻ പറ്റുന്നുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എറർ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ?മാർക്ക് ഇട്ടു, പിന്നെ ഗ്രേറ്റർ ദാൻ സിമ്പൽ. നിങ്ങൾ PHP ടാഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് PHP എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ആവശ്യമില്ല. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രം മാർക്ക് കഴിഞ്ഞിട്ട് PHP ആണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മാർക്കും ഗ്രേറ്റർ ദാൻ സിമ്പലും മാത്രം മതി. ഇത് സേവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്ത സമയത്ത് ആ ഒരു ടെക്സ്റ്റ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് PHP ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത്.